വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് കൊല്ലം ബെഡ ബസാറിലാണ്. സോ ഇത് ബിഷപ്പ് ജെറോം നഗറിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ ഈ ബെഡ ബസാർ ഉള്ളത്. അപ്പോൾ ഇവിടെ നല്ല ഉഗ്രൻ വമ്പിച്ച് ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സ്കൂൾ ഐറ്റംസിൻ്റെയൊക്കെ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നെങ്കിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ, ഇവിടെ നോട്ട്ബുക്സിനെന്ന് പറയുന്നത് 5 ബുക്കിന് 5 ബുക്ക് ഫ്രീ ആണ് കേട്ടോ. ക്ലാസ്മേറ്റ്സിൻ്റെതും 3 ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്ക് വാങ്ങിക്കുമ്പോൾ 1 നോട്ട്ബുക്ക് ഫ്രീ ആണ്. അതേപോലെ കുടകൾക്കൊക്കെ നല്ല വിലക്കുറവ് കാണിക്കുന്നുണ്ട്. സോ അപ്പം എല്ലാ ഐറ്റത്തിനും നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഇവിടെ തിരക്കും ഉണ്ട് കേട്ടോ. നല്ല ശരിക്കും ആൾക്കാരായിരുന്നു ഞാൻ ചെന്ന സമയത്ത്. സ്കൂൾ ഐറ്റംസ് വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കുട്ടികളും അവരുടെ പേരൻസും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ എല്ലാ ഓഫേഴ്സും നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. സോ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ സ്കൂൾ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഡ്രസ്സ് ഐറ്റംസും ഉണ്ട്. ആ ഡ്രസ്സ് ഐറ്റംസിൽ അതും ഓഫ് റോഡുകൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നിയത് 100 റുപ്പീസിന് ഇവിടെ ലെഗിൻസ് അവൈലബിൾ ആണ് കേട്ടോ. എക്സലും ഡബിൾ എക്സലും എല്ലാം തന്നെ കിട്ടും. അപ്പോൾ 100 റുപ്പീസാണ് ലെഗിൻസിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ലെഗിൻസിന് നല്ലൊരു ഓഫറായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ 199 റുപ്പീസിൻ്റെ ലെഗിൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നല്ല നല്ല ടോപ്സുകളൊക്കെ കിടക്കുന്ന കണ്ടു. അധികം റേറ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. ഓരോന്നും എടുത്ത് നോക്കിയാർക്ക് 445 റുപ്പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. നല്ല തുണിയുടെ ആയിരുന്നു കേട്ടോ. ഞാൻ 2-3 പിടിച്ച് നോക്കിയപ്പോൾ അതെല്ലാം നല്ല മെറ്റീരിയലിൻ്റെ തന്നെ ആയിരുന്നു. എല്ലാം ഒന്നും നോക്കിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി ഐറ്റംസ് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ കൂടുതലും ഇത് പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടിയും സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നതും അത് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം ഒരുപാട് പേര് കുട്ടികൾ വന്നിട്ട് ഈ ടോപ്സൊക്കെ എടുക്കുന്നത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇത് റെയിൻകോട്ടാണ് കേട്ടോ. 49 റുപ്പീസേ ഉള്ളൂ, കുട്ടികൾക്കുള്ള റെയിൻകോട്ടാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് നൂറ്റ് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഒരുപാട് സ്റ്റോക്കൊക്കെ ഇപ്പം ഒരുവിധം ഇങ്ങനെ തീർന്നു വരുന്നുണ്ട്. ഇത് വലിയവർക്കുള്ള റെയിൻകോട്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 49 റുപ്പീസിൻ്റെ റെയിൻകോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വെറും 49 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നീല കളറാണ് ഇത്. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വില കൂടുതലുള്ളത് വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇതൊക്കെ ആയിരിക്കും കേട്ടോ ബെറ്റർ. കാരണം അവർ മിക്കപ്പോഴും കളഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് തറയിലിടുന്ന മാറ്റാണ്. കണ്ടപ്പോൾ ഒരു രസം തോന്നി. 500 ആൻഡ് സംതിങ് ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട്. പക്ഷെ സംഭവം കൊള്ളായിരുന്നു. ഇത് കിഡിലായിരുന്നു കേട്ടോ, ക്യൂട്ടായിരുന്നു ഇത് കാണാനായിട്ട്. പക്ഷെ ഞാൻ വില നോക്കാൻ വിട്ടുപോയിട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ളത് എന്താ ഗ്ലാമർ, അച്ചടാ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ചെരുപ്പിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ 199 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഇതിന്. എനിക്ക് 199 റുപ്പീസിനെക്കാട്ടിയും കൗതുകം തോന്നിയത് ഇവിടെ 100 റുപ്പീസിന് വരെ സാൻഡൽസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അത് നല്ല കിഡിലും സാൻഡൽസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ 199 റുപ്പീസാണ് ഞാൻ ഈ കാണിച്ചു തരുന്നതൊക്കെ. അപ്പം 100 റുപ്പീസിൻ്റെത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ 100 റുപ്പീസിന്. പിന്നെ എന്താ വേണം, അടിപൊളിയല്ലേ. എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്കിതെൻ്റെ മോൾക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൈസ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവൾ ഈ ടൈപ്പ് ഇടുമെന്നും എനിക്ക് അറിയാൻ വയ്യ. എന്നാലും 100 റുപ്പീസ് അല്ലേ, ചുമ്മാ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ അവളുടെ സൈസ് കിട്ടിയില്ല. ഇതും 100 റുപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പം 100 റുപ്പീസിൻ്റെ കുറേ ഉണ്ട്. ഈ കിടക്കുന്നതൊക്കെ തന്നെ 100 റുപ്പീസാണ്. ഇത് 100 റുപ്പീസാണ്. അപ്പം കൊള്ളാമല്ലേ, നല്ല ചെരുപ്പുകൾ ആ ഒരു റേറ്റിന്. പിന്നെ ഇത് ബാഗിൻ്റെ സെക്ഷനാണ്. ബാഗിനെന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത്. മാർക്കറ്റ് പ്രൈസിൽ നിന്നും എത്ര രൂപയാണ് വിലക്കുറവെന്നൊക്കെ ഉള്ളത്. ഇതൊരു 1000 സംതിങ്ങിൻ്റെയാണ് അവർ 965 റുപ്പീസിന് കൊടുക്കുന്നത്. 1100 ആൻഡ് സംതിങ്ങിൻ്റെ. ഓക്കെ, നല്ല അറകളും നല്ല വലിയ ബാഗും ഒക്കെ ആയിരുന്നു. നല്ല മെറ്റീരിയൽ ആയിരുന്നു. ഇതിന് തന്നെ 3 അറയും പിന്നെ ഫ്രണ്ടിൽ 1 അറയും ഉണ്ടായിരുന്നു. അപ്പം അത്രയും നല്ല ബാഗ് തന്നെയായിരുന്നു കേട്ടോ. 1 ഇയർ വാറൻറ്റി ഒക്കെ ഉണ്ടായിരുന്നു. 1000 സംതിങ്ങിൻ്റെയാണ്. അത് 900 ആൻഡ് സംതിങ്ങിന് കൊടുക്കുന്നു. ഓക്കെ,
ഇത് അടുത്തൊരു ബാഗാണ്. ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല വലിയ ബാഗുകളുമാണ്. നല്ല ഇഷ്ടംപോലെ അറകളുണ്ട്. ബുക്സൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ കുട്ടികൾക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല കിടിലം ബാഗ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇതിനാണെങ്കിൽ വെറും 450 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നേരത്തെ കാണിച്ച ബാഗിന്. ഇത് 2900 ബാഗാണ് ഈ 745 റുപ്പീസിന് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഉഗ്രൻ ബാഗായിരുന്നു കേട്ടോ. നമ്മുടെ അരിസ്റ്റോക്രാറ്റിൻ്റെ ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് പോർഷനും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ലുക്കും ഉണ്ട്, കൊള്ളായിരുന്നു. പിന്നെ ഇത് കുഞ്ഞു കുട്ടികളൊക്കെ വന്ന് ഈ ബാഗുകളൊക്കെ വന്ന് എടുക്കുന്നത് ഞാൻ കണ്ടു. അടിപൊളിയാണ്, കൊള്ളാമെന്നൊക്കെ അമ്മമാരുടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നിർബന്ധം പിടിക്കുന്നത് കണ്ടു കേട്ടോ. ഇത് കൊള്ളായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തന്നെ ഒരു സ്കൂൾ ബാഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് സ്കൂൾ ബാഗ് വാങ്ങിക്കുമ്പം അതിനൊരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടോയെന്നും പറയുന്നത് കേട്ടു കേട്ടോ അവിടെ. ഓക്കെ, പിന്നെ ഇത് പൗച്ചാണ്. ഈ പൗച്ച് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ ഈ ഒരു കീ ചെയിന് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 199 റുപ്പീസ് ആയിരുന്നു ആ പൗച്ചിനുണ്ടായിരുന്നത്. പക്ഷേ ഒത്തിരി കുട്ടികൾ അവരുടെ പാരൻസിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടു ഇത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. കാരണം അവരുടെ എല്ലാം ലക്ഷ്യം ആ കീ ചെയിനായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആ കീ ചെയിനായിരുന്നു. ശരിക്കും കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടു അവിടെ കിടന്ന് നിർബന്ധം പിടിക്കുന്നത്. പിന്നെ ഇത് സ്റ്റീൽ പാത്രങ്ങളുടെ സെക്ഷനാണ്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. അകത്തൊരു ഇതൊക്കെ വെച്ചിട്ട് ഇതിനും മാർക്കറ്റ് പ്രൈസിൽ നിന്നും നല്ല റേറ്റ് കുറഞ്ഞിട്ട് തന്നെയാണ്. 280 റുപ്പീസിൻ്റെയാണ് 170 റുപ്പീസിന് കൊടുക്കുന്നത്. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമായിരുന്നു കേട്ടോ. മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറവുണ്ട്. 200 and something ആയിരുന്നു കേട്ടോ. കാരണം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിന്, ഈ ഒരു ടിഫിൻ ബോക്സിന്. നല്ലതായിട്ട് തന്നെ ചോറും എല്ലാം കൊള്ളും. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോരനൊക്കെ സെപ്പറേറ്റ് കുട്ടികൾക്ക് എടുത്തു വെച്ച് കൊടുക്കുകയും ചെയ്യാം. കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നല്ലതായിട്ട് തന്നെ വാരി കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇന്ന് എനിക്ക് അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വലിപ്പവും ഇതുമെല്ലാം ഉണ്ടായിരുന്നു. ഇത് വേറെ ഒരെണ്ണമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സ്പേസും അതേപോലെ തന്നെ ചെറിയൊരു കറിയൊക്കെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. 499 റുപ്പീസിൻ്റെത് 345 റുപ്പീസിനാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, ഈ സ്റ്റീൽ പാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ ഒട്ടും തന്നെ അട്രാക്റ്റ് ചെയ്തില്ല കേട്ടോ. ഇവിടെ പാരൻസാണ് നിന്നിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടത്. ഇവിടെ കുട്ടികളൊന്നും തിരിഞ്ഞു പോലും നോക്കാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ പാരൻസിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന അല്ലാതെ അവർക്ക് ഇതൊന്നും ഒരു മൈൻഡ് പോലും അല്ലായിരുന്നു കേട്ടോ. ഇത് അവരുടെ സെക്ഷൻ അല്ലല്ലോ. അവർക്ക് ഫുഡ് കൊടുത്തു വിടുക, അത് കൊണ്ടുചെന്ന് ലഞ്ച് ടൈമിൽ കൊണ്ടുചെന്ന് വേസ്റ്റിൽ കൊണ്ടുചെന്ന് അത് തട്ടിയിട്ട് അതേപടി എടുത്ത് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മേനെ പറ്റിക്കുക. അതല്ല അവർ ചെയ്യണ പരിപാടി. ഓക്കെ, അപ്പം ഇത് 99 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഈ ബോട്ടിൽസിൻ്റെയൊക്കെ വില. ഇത് നല്ല രീതിയിൽ കുട്ടികൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വെയ്റ്റ്ലെസ്സും ആണ്. ഇതിന് നല്ല രീതിയിൽ പപ്പയുടെ അടുത്തും മമ്മിയുടെ അടുത്തും ഒക്കെ നിന്ന് അവിടെ നിന്ന് കുട്ടികൾ നല്ല രീതിയിൽ നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇത് 245 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ റേറ്റ് വന്നിട്ട് കൊള്ളായിരുന്നേ. അപ്പം ഇങ്ങനെ ഒരുപാട് സ്കൂൾ ഐറ്റംസ് നല്ല ഡിസ്കൗണ്ട് റേറ്റിന് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഐറ്റംസ് ആണുള്ളത്. ഇത് പിന്നെ വന്നിട്ട് ബുക്ക് കവർ ചെയ്യാനുള്ളത്. ഇതിന് 140 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നല്ല ലാഭമല്ലേ, സംഭവം കൊള്ളാമല്ലേ. പല കളേഴ്സും ഉണ്ട്. അതിന് 140 റുപ്പീസ്. പിന്നെ വൈറ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തത്തോടു കൂടിയാണ് 140 റുപ്പീസ്, അല്ലാതെ ഒരെണ്ണത്തിനല്ലായേ. ആ ഒരു പാക്ക് കംപ്ലീറ്റ് ആണ് 140 റുപ്പീസ് എന്ന് ഞാൻ അവിടെ എടുത്ത കുട്ടികളൊക്കെ പറയുന്നത് കേട്ടത്. അവരങ്ങനെ തന്നെയായിരുന്നു വിലയും കൊടുത്തിരുന്നത്. ഇതും ലഞ്ച് ബോക്സ് ആണ്. ഇത് ഭയങ്കര റേറ്റ് കുറവാണ്, 99 റുപ്പീസാണ്. പക്ഷേ എനിക്ക് ഈ ലഞ്ച് ബോക്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച് ബോക്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കാണിച്ച 99 റുപ്പീസിൻ്റെ ആ ഒരു അകത്ത ആ ഒരു ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടത്. ഇനി എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയും ചെയ്തു. സംഭവം ഇതേ നോക്കിക്കുക, ലഞ്ചും കഴിക്കാൻ കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം. അടിപൊളി. ഒരു കാര്യം ഇത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാതെ മിക്കവാറും ഇതും വെച്ച് അവിടെ ഇരുന്ന് കളിക്കുകയായിരിക്കും ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ അതും വെച്ച് അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് കളിച്ചുകൊണ്ട് നിന്നു കേട്ടോ. 89 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞ് ഇത് എന്തുവാടി കുഞ്ഞു കുട്ടികളെ പോലെ ഇവിടെ നിന്ന് കളിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.
ഓക്കെ. പിന്നെ ഇത് നോട്ട്ബുക്സിൻ്റെയൊക്കെ സെക്ഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം 5 നോട്ടിന് 5 ഫ്രീ അല്ലേ. ഇതാ തിരക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എൻ്റെ ബാക്കിൽ എന്തുമാത്രം ആൾക്കാരാണോ ഉള്ളത് വാങ്ങിക്കാനായിട്ട്. എൻ്റെ അമ്മോ, നല്ല ഉഗ്രം തിരക്കായിരുന്നു കേട്ടോ. ഓക്കെ, വിയർത്തിട്ട് എൻ്റെ കരിയൊക്കെ പടർന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പം വന്ന് നിൽക്കുന്നത് ഫാൻസി സെക്ഷൻ്റെ അവിടെയാണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല കമ്മലൊക്കെ കിടക്കുന്ന കണ്ടിട്ട് ഉമ്മ പറഞ്ഞ് കമ്മലൊക്കെ ഒന്ന് നോക്കുമോളെ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നിന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഫാൻസി സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടുന്ന് ആൾക്കാരൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതായിട്ട് കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല കമ്മലായിരുന്നേ. 99 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഇതിലും കുറഞ്ഞൊരു കമ്മൽ ഞാൻ കണ്ടേ. ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് ജിമിക്ക അടിപൊളിയായിരുന്നു കേട്ടോ. 69 റുപ്പീസായിരുന്നു ഈ ഒരു കമ്മലിന് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ചിട്ടോ. എന്നെ ഇവിടെ പറഞ്ഞിട്ട് വെറുതെ എൻ്റെ പൈസ പോയിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ സ്റ്റീൽ പാത്രത്തിൻ്റെ സെക്ഷനാണ്. പിന്നെ അതേപോലെ ഈ സ്പൂൺ കൊള്ളായിരുന്നു കേട്ടോ. 120 റുപ്പീസായിരുന്നു ഈ ഒരു പാക്കറ്റിൻ്റെ റേറ്റാണ് ഞാൻ പറയണത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് 120 റുപ്പീസായിരുന്നു അതിൻ്റെ റേറ്റ് കൊടുത്തിരുന്നത്. കൊള്ളായിരുന്നല്ലേ, കുഞ്ഞ് സ്പൂണ്. പിന്നെ ഇതൊക്കെയാണ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ എന്ന് പറയണേ. പിന്നെ നല്ല സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. സ്പൂണിനൊക്കെ എല്ലാത്തിനും ഡിസ്കൗണ്ട് റേറ്റോടുകൂടി തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാത്തിലും അങ്ങനെ വില കുറച്ചിട്ടിരിക്കുന്നത് കണ്ടു. ഇതിന് 30 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാ ഈ ഒരു ഇതിന് അത് കൊള്ളായിരുന്നു കേട്ടോ സംഭവം. പിന്നെ ഇതാ ഈ ഒരു സ്പൂണ്, ഇത് 45 രൂപയുടേത് 25 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നാണ് അതിനകത്ത് മാർക്കറ്റ് പ്രൈസ് കൊടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിയൽ, പിച്ചാത്തി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിച്ചാത്തി ഉണ്ടായിരുന്നു, ചുറ്റിയലുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കറി കൊണ്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് 39 രൂപ ആയിരുന്നു എന്ന് തോന്നേ. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ, എല്ലാം ഉണ്ടായിരുന്നേ. മറ്റേ എന്താണ് ആ ബക്കറ്റിനൊക്കെ അതാണ്ട് ഇതിന് 945 റുപ്പീസായിരുന്നേ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടേ. പിന്നെ ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാവേ. റേറ്റ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. 60 റുപ്പീസാണ് കേട്ടോ ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത്. കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സംഭവം കൊള്ളാം. പിന്നെ ഞാൻ കണ്ടത് കുട്ടി മുറം കണ്ടു കേട്ടോ, കുഞ്ഞു മുറം. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ കണ്ടില്ലേ, കടയിലെ തിരക്കൊക്കെ കണ്ടല്ലോ. അത്രയേറെ തിരക്കുണ്ട്. വീണ്ടും ആളുകൾ വന്നും കൊണ്ട് ഇരിപ്പുണ്ട്. സോ അപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോവുകയാണ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.